ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. തിങ്കളാഴ്ച, അതായത് 26-ാം തീയതി, ഭഗവാന്റെ ജന്മനക്ഷത്രം ജന്മാഷ്ടമിയാണല്ലോ കടന്നു വരുന്നത്. കൃഷ്ണ ജയന്തി അത് നമ്മൾ ഭാരതത്തിലുടനീളം ആഘോഷിക്കുന്ന, എന്നുവെച്ചാൽ ലോകം മുഴുവൻ ആഘോഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണെന്ന്. കാരണം ലോക നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ പൂർണ്ണ അവതാരം എടുത്തു വന്ന ആ പുണ്യപുരുഷന്റെ ജന്മദിനമാണ് ജന്മാഷ്ടമിയായി നാം ആചരിക്കുന്നത്. ഈ ദിവസം വളരെ പ്രാധാന്യത്തോടുകൂടി കൃഷ്ണഭക്തർ ആചരിക്കേണ്ട കാര്യമുണ്ട്. കൃഷ്ണഭക്തർ എന്ന് മാത്രമല്ല, എല്ലാവരും, അതായത് ഭഗവാനാൽ ജന്മം തന്നിരിക്കുന്ന, ഭഗവാന്റെ ജീവൻ, ഭഗവാന്റെ ആത്മാവ് തന്നിരിക്കുന്ന ഈ ഭൂമിയിലെ ഓരോ ചരാചരങ്ങളും ഭഗവത് സൃഷ്ടിയാണെന്നുള്ള ബോധം ജനിക്കുന്ന ഓരോ വ്യക്തിയും ആ സ്വന്തം ഹൃദയത്തിനുള്ളിലുള്ള ആ ബോധത്തെ പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്ന ആ ഒരു ദിവസമാണ് ഭഗവാന്റെ ആ ജന്മദിനം. ഈ ദിവസം നമ്മൾ വ്രതങ്ങൾ ആചരിക്കുന്നത് വളരെ, വ്രതം ജന്മാഷ്ടമി വ്രതം ആചരിക്കുന്നത് വളരെ ഉത്തമമാണ്. ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും കൂടി ഒത്തുവന്ന ശുഭ മുഹൂർത്തത്തിൽ അർദ്ധരാത്രിയിലാണ് ഭഗവാൻ ജനിച്ചത്. അതുകൊണ്ടാണ് ജന്മാഷ്ടമി എന്ന് തന്നെ പറയുന്നത്. ഇത് ചില വർഷങ്ങളിൽ മാത്രമേ ഈ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒരുപോലെ വരികയുള്ളൂ. ഈ ദിവസം ഭഗവാന്റെ ആ ജന്മദിവസം നാം വ്രതം അനുഷ്ഠിക്കുമ്പോൾ അതിന് തൊട്ട് മുൻപുള്ള ദിവസം, അതായത് ഞായറാഴ്ച ദിവസം തന്നെ നമ്മൾ ശുദ്ധമായ ജീവിതചര്യ അനുഷ്ഠിക്കണം. എന്തിനാണ് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് നമുക്ക് തോന്നും, ഇല്ലേ? ജന്മാഷ്ടമി ദിവസം വ്രതം എന്തിനാണ് അനുഷ്ഠിക്കുന്നത്? കൃഷ്ണ ജയന്തി അല്ലേ എന്ന്. ഭഗവാന്റെ ജന്മദിനമാണത്. ഭഗവാന്റെ ജന്മദിനം എന്ന് വെച്ചാൽ ഭഗവാൻ ആദിയുണ്ടോ അന്തമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രത്യേക ഒരു ദിവസം ഭഗവാൻ ജനിക്കേണ്ട കാര്യമുണ്ടോ? ഭഗവാൻ ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല. ജനന മരണ രഹിതനാണ് ഭഗവാൻ. ആദ്യന്ത വിഹീനനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് ഒരു ജന്മാഷ്ടമിയുടെയോ അല്ലെങ്കിൽ ഒരു ജന്മദിനത്തിന്റെയോ അതിനു വേണ്ടിയിട്ടൊരു ദിവസം മാറ്റിവെക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഭഗവാൻ പൂർണ്ണ അവതാരമായിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് അന്ന് ഈ പ്രകൃതിയിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടി, ഭൂമിയുടെ ഭാരം തീർത്ത് അസുര നിഗ്രഹം നടത്തി ശിഷ്ടജന പരിപാലനം നടത്തുവാൻ വേണ്ടി ഭഗവാൻ ഓരോ തവണയും അംശാവതാരങ്ങൾ എടുക്കുമ്പോൾ ആ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവായി പൂർണ്ണ അവതാരം കൈക്കൊണ്ടപ്പോൾ നാം അത് ആഘോഷിക്കാതെ, ആ ദിവസത്തെ അനുസ്മരിക്കാതെ, ആചരിക്കാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തലേ ദിവസം തന്നെ, അതായത് ജന്മാഷ്ടമി ദിവസത്തിന്റെ തലേ ദിവസം തന്നെ നമ്മൾ ശുദ്ധ ആഹാരികളായി ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി നമ്മൾ എങ്ങനെയാണോ ഏകാദശിയുടെ തൊട്ടു മുൻപുള്ള ദിവസം, ദശമി ദിവസം നമ്മൾ എങ്ങനെ ആചരിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ശുദ്ധമായി വെളുപ്പിനെ കുളിച്ച് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി വ്രതാചരണത്തോടുകൂടി തന്നെ ഇരിക്കണം. അതിനുശേഷം ജന്മാഷ്ടമി ദിവസം നാം ഭഗവാന് വേണ്ടിയല്ല വ്രതമെടുക്കുന്നത്, നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മുടെ ജീവിത ക്ലേശങ്ങൾ ഇല്ലാതെയാകുവാനും നമ്മുടെ ജീവിതത്തിന്റെ, ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും, എന്താണോ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അത് ഇല്ലാതാക്കി നമ്മുടെ ജീവിതത്തിനൊരു നവോന്മേഷം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഭഗവാനെ സ്മരിക്കുക, പൂർണ്ണമായി ഭഗവാന്റെ സ്മരണയോടുകൂടി ഇരിക്കേണ്ട ദിവസമാണ് ജന്മാഷ്ടമി ദിവസം. ആ ദിവസം നമ്മൾ വെളുപ്പിനെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകുവാൻ കഴിയുന്നവർ ഏതായാലും ഒരു കൃഷ്ണക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും ഒന്ന് പോവുക തന്നെ വേണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭഗവാനെ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ദിവസം ഉണരുമ്പോൾ തന്നെ നമ്മൾ ഭഗവാന്റെ സ്മരണയിലാവണം. ഓം നമോ ഭഗവതേ എന്ന ദ്വാദശാക്ഷര മന്ത്രം ഈ കൃഷ്ണ അഷ്ടമി ദിവസം നമ്മൾ നിരന്തരം ജപിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ വളരെ കൂടുതൽ ഉണ്ടാകുവാൻ വളരെ പ്രയോജനകരമാണ്.
ആ ദിവസം പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിന് കഴിയാത്തവർ ലഘുഭക്ഷണങ്ങൾ കഴിച്ച് ഫലങ്ങൾ കഴിച്ച് ആ ദിവസം കഴിച്ചു കൂട്ടുക. അപ്പോൾ അരിഭക്ഷണം ആ ദിവസം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. തലേ ദിവസം മുതലേ ലഹരി പദാർത്ഥങ്ങളോ അതുപോലെയുള്ള മത്സ്യമാംസാദികളോ ഉപയോഗിക്കാതെ ശുദ്ധമായ ദിനചര്യയോടുകൂടി ഇരിക്കണം. വ്രതം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഒരു താളം നാം വീണ്ടെടുക്കുകയാണ്. നമ്മൾ താളം തെറ്റി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യർ മാത്രം. മറ്റ് ജീവജാലങ്ങളെയൊക്കെ നോക്കൂ, അവർക്ക് എന്തെങ്കിലും ആ പ്രകൃതിയിൽ അവരുടെ ഭഗവാൻ അവർക്ക് കൊടുത്തേക്കുന്ന എന്താണോ അവരുടെ ആ കഴിവ്, അല്ലെങ്കിൽ അവരുടെ ഭൂമിയിലുള്ള ഉപജീവനത്തിനുള്ള ആ ഒരു പദ്ധതി എന്താണോ ഓരോ ജീവജാലങ്ങൾക്കും, അതനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. ആ ഭഗവാൻ കൊടുത്തുവിട്ട പദ്ധതി പ്രകാരമാണ് മറ്റ് ജീവജാലങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നത്. എന്നാൽ മനുഷ്യന് പറഞ്ഞിരിക്കുന്ന പദ്ധതികളെയെല്ലാം കലിയുഗത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ അതെല്ലാം നമ്മൾ ഇല്ലായ്മ ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു പദ്ധതി പ്രകാരം ജീവിക്കുന്നവരെയെല്ലാം അധിക്ഷേപിച്ച് അതിനെ എങ്ങനെയൊക്കെ വയലേറ്റ് ചെയ്യുക എന്ന് ചിന്തിച്ച് നടക്കുന്ന മനുഷ്യരാണ് ഈ കലിയുഗത്തിൽ ഇത്രയും ഭൂമിക്ക് ഭാരം ഉണ്ടാക്കുകയും പ്രകൃതിക്ക് ക്ഷോഭം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എന്താണോ ഭഗവാൻ പറഞ്ഞിരുന്നത്, മനുഷ്യരാശി ഏതൊരു താളത്തിൽ ജീവിക്കണം മറ്റ് ജീവജാലങ്ങളെ പോലെ, അതിനനുസരിച്ച് ആ ഒരു താളം വീണ്ടെടുക്കുകയാണ് ഈ വ്രതം എന്ന് പറയുന്ന ആചാരം അനുഷ്ഠാനത്തിലൂടെ നാം ചെയ്യുന്നത്. അതായത് ശുദ്ധാഹാരം കഴിച്ച് മനുഷ്യൻ എങ്ങനെ നിർമ്മലനായിട്ട് വാക്കിലും പ്രവൃത്തിയിലും ആഹാരത്തിലും എല്ലാം എങ്ങനെ ശുദ്ധി ഉണ്ടാക്കാം എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന അതേ പാഠം നമ്മൾ ആവർത്തിക്കുകയാണ് ഈ 2 ദിവസങ്ങളിൽ. ജന്മാഷ്ടമിയും അതിന് തൊട്ടു മുമ്പുള്ള ദിവസവും അങ്ങനെ ആചാരത്തോടുകൂടി അനുഷ്ഠിക്കുക. ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി ദിവസം പോകുമ്പോൾ ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കാം. അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ സദാ ഉരുവിടുക, ഭഗവത് കഥകൾ ശ്രവിക്കുക, സത്സംഗം നടത്തുക. ഇതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ വിഷ്ണു സഹസ്രനാമം തുടർച്ചയായി ജപിച്ചുകൊണ്ടിരിക്കുക. അതിൽ പരം മോക്ഷദായകമായ ധർമ്മ സംസ്ഥാപനത്തിനായ മറ്റു മാർഗമില്ല. ജീവിതത്തിൽ ഏത് കഷ്ടകാലം വന്നാലും ധർമ്മം തെറ്റാതെ ജീവിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് വിഷ്ണു സഹസ്രനാമം. സഹസ്രനാമത്തെക്കുറിച്ച് ചിലർ സംശയം ചോദിച്ചിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഉടനെ വളരെ വേഗം തന്നെ മറുപടിയൊക്കെ പറയുന്നതാകും. അപ്പോൾ പൂർണ്ണ ഉപവാസം എടുക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അരിഭക്ഷണം ഈ ജന്മാഷ്ടമി ദിവസം ഉപേക്ഷിക്കുന്നതാണ് വളരെ നല്ലത്. ഭഗവാന്റെ ജനന സമയം ആകുന്ന ആ അർദ്ധരാത്രി വരെയും വ്രതമെടുക്കുന്നവർ ഉറങ്ങാതെ, രാത്രി 12 മണി വരെയൊക്കെ ഉറങ്ങാതെ ഇരുന്ന ആ ഭഗവാന്റെ അവതാരം ഒക്കെ വായിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. സന്ധ്യയാകുമ്പോൾ തന്നെ അത് വായിക്കാൻ തുടങ്ങിയാൽ അത് ഭഗവാന്റെ അവതാരം ആ 12 മണിയാകുമ്പോഴേക്കും വായിച്ച് നിർത്താം. അതിനു മുമ്പ് തന്നെ തീരുമെങ്കിലും നമുക്ക് ആ ഭാഗത്തിൽ കൊണ്ട് നിർത്താൻ പറ്റും ശ്രീകൃഷ്ണ അവതാരം. അപ്പോൾ അതിനുശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തന്നെ വ്രതം എടുത്തില്ലെങ്കിൽ പോലും കൃഷ്ണഭക്തർ രാത്രിയിൽ ആ കൃഷ്ണാവതാരം വായിച്ച് അതിനുശേഷമേ ഉറങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ഭഗവാന്റെ ബാലലീലകളൊക്കെ ആ ദിവസം പകൽ പാരായണം ചെയ്യാം. അതിന്റെ കഥകളൊക്കെ കേൾക്കാം. അതുപോലെ സത്സംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കാം. അല്ലെങ്കിൽ സത്സംഗങ്ങൾ വഴി മീഡിയകൾ വഴി ഉണ്ടെങ്കിൽ അതെല്ലാം കേട്ട് ആ ഒരു ഭഗവാന്റെ സ്മൃതിയിൽ, ആ ഭഗവത് ചൈതന്യത്തിൽ നിരന്തരമിരിക്കുക. 12 മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഏറ്റവും എളുപ്പം ഹൃദയത്തിൽ വരുന്ന എപ്പോഴും ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഭഗവാന്റെ 12 മന്ത്രം. അതിരാവിലെ ഉള്ള കുളിയും അതിനുശേഷമുള്ള ഭഗവാന്റെ ആ ദർശനമൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതു പ്രായത്തിലുള്ളവർക്കും ഈ വ്രതം, ജന്മാഷ്ടമി വ്രതം എടുക്കാം. ചെറിയ കുട്ടികൾ എടുത്താൽ ഭഗവാന്റെ അനുഗ്രഹം വളരെ കൂടുതൽ കിട്ടും. നമ്മുടെ കുഞ്ഞ് കണ്ണന്റെ അനുഗ്രഹം, ആ ഭഗവാന്റെ ഓടക്കുഴലൂതി ആനന്ദ നൃത്തം ചെയ്യുന്ന ആ മഞ്ഞപ്പട്ട് ഉടയാട അണിഞ്ഞു നിൽക്കുന്ന ആ മോഹന രൂപന്റെ അനുഗ്രഹം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കും. അവർക്ക് വിദ്യാഗോപാല മന്ത്ര അർച്ചന ചെയ്യുക. അതുപോലെ തന്നെ ഭഗവാന് മഞ്ഞപ്പട്ട്, അത് ഞാൻ മുമ്പേ പറഞ്ഞ്, മഞ്ഞപ്പട്ട് സമർപ്പിക്കാം.
പാലും അതുപോലെ നെയ്യും വെണ്ണയും കദളിപ്പഴവും ഒക്കെ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാം. അതുപോലെ തന്നെ അവിലും മലരും ത്രിമധുരങ്ങൾ ഒക്കെ ഭഗവാന് സമർപ്പിക്കാം. പാൽപായസം ഭഗവാന് സമർപ്പണമായി ചെയ്യാം. അതുപോലെ ലഡു, ഉണ്ണിയപ്പം ഇവയൊക്കെ ക്ഷേത്രങ്ങളിൽ ആ ദിവസം ഉണ്ടാകും. അതൊക്കെ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാം. നമ്മുടെ കണ്ണിന് ഇഷ്ടമുള്ളത് എല്ലാം ചെയ്തു കൊടുക്കുക. അഥവാ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ ഭഗവാന് ഒരു പട്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ മഞ്ഞപ്പട്ട് ഉടുപ്പിച്ച് ഭഗവാനെ സുന്ദരനാക്കാം. തുളസിമാല അണിയിക്കാം. നമ്മൾ വീട്ടിൽ ഭഗവാന് വേണ്ടി ഒരു പിറന്നാൾ സദ്യയൊക്കെ ഒരുക്കി ഭഗവാന് സമർപ്പിക്കാം. അങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ പറ്റുന്ന ഒരു ദിവസമാണ് ജന്മാഷ്ടമി ദിവസം. ഈ ദിവസം അതും വ്രതത്തോടുകൂടി നാം ഇരുന്നാൽ ഇരട്ടി ഫലമാണ് നമുക്ക് ഉണ്ടാകുന്നത്. വ്രതം അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ഉച്ചരിക്കുക, ഒരു ഭഗവത് സാന്നിധ്യത്തിലിരിക്കുക, അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുക. ഭഗവാന് അന്ന് വളരെ കൂടുതൽ അനുഗ്രഹം തരുന്ന ഒരു ദിവസമാണത്. അപ്പോൾ അതിനുവേണ്ടി വേണം നമ്മുടെ ആ ഒരു ജന്മാഷ്ടമി ദിവസം നാം വരവേൽക്കേണ്ടത്. നമ്മുടെ മക്കളുടെയൊക്കെ ജന്മദിനം വന്നാൽ നാം നല്ലതായി ആഘോഷിക്കത്തില്ലേ, വളരെ സന്തോഷിക്കില്ലേ? പക്ഷേ നമുക്ക് മക്കളെ തന്നതാരാണ്? ഭഗവാനാണ്. അവരെ നിലനിർത്തേണ്ട ചുമതലയും നമ്മെ ആയുസ്സും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിലനിർത്തേണ്ട ചുമതലയെല്ലാം ഭഗവാനിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ എല്ലാവരെയും നിലനിർത്തുന്ന, തലമുറകളെ നിലനിർത്തുന്ന ഭൂമിയെ, ഇവിടുത്തെ ജീവജാലങ്ങളെ, നമ്മെ എല്ലാവരെയും നിലനിർത്തുന്ന ആ വലിയ ആ ശക്തിക്ക് മുന്നിൽ ഒരു ദിവസം നാം ആ ഭഗവാന് വേണ്ടി, ആ ഭഗവാന്റെ ജന്മദിനത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് വളരെ ഉത്തമമാണ്. മനുഷ്യരുടെ ജന്മദിനത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഭഗവാന് വേണ്ടി നാം ഒരുക്കുകയും ചിലവഴിക്കുകയും ചെയ്യുന്ന സമ്പത്തും സമയവും എല്ലാം. അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സാണ് ഭഗവാന് ആ വെണ്ണയായി ഉരുകി ഇങ്ങനെ ഭഗവാന്റെ ഹൃദയത്തിൽ എത്തേണ്ടത്. നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഭഗവാന് വേണ്ടിയല്ല അനുഷ്ഠിക്കേണ്ടത് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ശ്രേയസ്സിന് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം ആ ഒരു ദിവസം ഭഗവാനെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയും രാജഗോപാല മന്ത്രപുഷ്പാഞ്ജലിയും എല്ലാം നമുക്ക്, പാൽപായസ നിവേദ്യവും എല്ലാം നമുക്ക് ഭഗവാന് വേണ്ടി അന്ന് പ്രത്യേകം നടത്തുന്ന പൂജകളൊക്കെയാണ്, വഴിപാടുകളാണ്. അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണോ നമ്മളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ദുശീലങ്ങൾ നമ്മൾ നിരന്തരം പാലിച്ചു കൊണ്ടുപോന്നിരുന്ന മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ നാം ചില ചിട്ടകളിൽ നിന്നും, മനുഷ്യന് പറഞ്ഞിരിക്കുന്ന ചിട്ടകളും ധർമ്മങ്ങളും തെറ്റിച്ച് ദുശീലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ മാറി സത്ശീലങ്ങളും സത്ചിന്തകളും സത്പ്രവർത്തികളും ഒക്കെയായി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുന്ന ശരിക്കും ഒരു താളക്രമമാണ് ഈ വ്രതമെന്ന് പറയുന്നത്. എന്തായിരുന്നോ നമ്മൾ തെറ്റി നടന്നിരുന്നത് അതിൽ നിന്ന് ശരിയായിട്ട് നടക്കുവാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ ആ 2 ദിവസമെങ്കിലും നാം അതിനുവേണ്ടി ചിലവഴിക്കുക. ഏത് വ്രതം എടുക്കുമ്പോഴും അതിന്റെ തലേ ദിവസം തന്നെ ശുദ്ധമായിരിക്കണം നമ്മുടെ ഭക്ഷണവും നമ്മുടെ ശരീരവും നമ്മുടെ ഗൃഹവും എല്ലാം ശുദ്ധീകരിക്കണം. നാം ആ ഭഗവത് സാന്നിധ്യം കൊണ്ട് നമ്മുടെ മനസ്സിനെ പവിത്രീകരിക്കണം. നാമജപം കൊണ്ടേ അതിന് സാധ്യമാകൂ. എന്തുകൊണ്ട് നാമജപം നമ്മുടെ നാവിൽ വരുന്നില്ല? അങ്ങനെ അതിനുള്ള ഒരു ഉത്തരമാണ്, നാം ഭഗവാനെ വിസ്മരിക്കുന്നത് കൊണ്ടാണ് നാമജപം നമ്മുടെ നാവിൽ വിളയാടാത്തത്. ഭഗവാനെ വിസ്മരിക്കുന്നത് എങ്ങനെയാണ്? നാം നമ്മുടെ ശരീരബോധത്തിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്നവരുടെ ആ ഒരു ശ്രദ്ധയിൽ മാത്രം നാം കഴിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് ഭഗവാന്റെ ശ്രദ്ധ നമ്മളിലേക്ക് വരാത്തത്. പിന്നെ എപ്പോഴാണ് ശ്രദ്ധ വരുന്നത്? നമുക്ക് നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള വേറെ ആരും നമ്മൾ കരുതിയിരുന്നവരാരും നമുക്കൊരു സഹായത്തിനോ നമ്മുടെ സന്തോഷത്തിനോ എത്താത്ത സമയത്തിൽ അവരിൽ നിന്ന് ആരും ഒരു പ്രയോജനമില്ലാതെ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഭഗവാനെ അന്വേഷിക്കും. ഭഗവാൻ എവിടെയാണ്, എന്താണ് ഭഗവാൻ എന്നിൽ പ്രസാദിക്കാത്തത് എന്ന് അപ്പോൾ പറഞ്ഞ് വിലപിക്കും. എന്തിനാണ് അപ്പോൾ വിലപിക്കുന്നത്? വിലപിക്കേണ്ട അവസരം ഒരിക്കലും വരുന്നില്ല. എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്ന, ഭഗവാനാണ് എന്നെ നിലനിർത്തുന്ന ഏക
ശക്തി, എന്നിലിരിക്കുന്ന ആത്മശക്തി എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, അപ്പോൾ ഞാൻ ഈ ശരീരമാകുന്ന ഈ പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം, ഇത്രയും ഭാരമുള്ള ഈ ശരീരത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ വെറും പ്രാണൻ മാത്രമായി എവിടെയെങ്കിലും കിടക്കാനേ കഴിയുകയുള്ളൂ. ഈ ശരീരത്തിനൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ആ പ്രാണൻ മാത്രമായി, ശ്വാസഗതികൾ മാത്രമായി ശരീരം എവിടെങ്കിലും കിടന്നു പോകുമ്പോൾ മാത്രമാണ്. അപ്പോഴാണ് നാം ചിന്തിക്കുന്നത്, അയ്യോ എന്നെ ഇത്രയും കാലം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സഹായിച്ച എന്നിലിരുന്ന ആ ശക്തി എവിടെ, അതെവിടെ പോയി, അതാരായിരുന്നു, എന്തായിരുന്നു ഇതുവരെ എനിക്കത് തന്നിരുന്നത് എന്നൊക്കെ അപ്പോഴും മാത്രം നമ്മൾ കിടന്നു പോയി കഴിയുമ്പോഴേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ നിരന്തരം ആ ശക്തിയാണ് എന്നെ ഇവിടെ നിലനിർത്തുന്നതെന്നും അസാധ്യമായ പല കാര്യങ്ങളും എന്നെ കൊണ്ട് സാധ്യമാക്കിയതെന്നും കടന്നു പോകാൻ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് മാനേജ് ചെയ്യാൻ കഴിയാത്ത ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ശക്തി എനിക്ക് തന്നതും ആർജവം എൻ്റെ ഉള്ളിൽ നിറച്ചു തന്നതും എന്നിലിരുന്ന ആത്മചൈതന്യമായിരുന്നു എന്നുള്ള ബോധം എല്ലാ ദിവസവും നമ്മൾ എല്ലാ കർമ്മവും ചെയ്യുമ്പോഴും എല്ലാ ദിവസവും നാം ഓർക്കുകയാണെങ്കിൽ ഭഗവാനെ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പൂജിക്കാൻ കിട്ടുന്ന ദിവസം വളരെ ശ്രേഷ്ഠമാണെന്ന് നമുക്ക് തന്നെ തോന്നും. എല്ലാ ദിവസവും നാം ആ ഭഗവാൻ തരുന്ന ആത്മചൈതന്യവും കൊണ്ട് മറ്റു കർമ്മങ്ങളല്ലേ അനുഷ്ഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ നമ്മളുമായി ബന്ധപ്പെട്ട മറ്റ് ജീവിതങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഭൗതിക ജീവിതത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഇതിൽ ഇരിക്കുന്ന ആത്മചൈതന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ദിവസം കിട്ടുന്നത്, അത് മറ്റെല്ലാ കർമ്മങ്ങളും നീക്കിവെച്ച് ഇതൊന്ന് ഞാൻ ഭഗവാന് വേണ്ടി മാറ്റിവെക്കുന്നു. ഭഗവാന് വേണ്ടി മാറ്റിവെക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ ഭഗവാന് വേണ്ടി വ്രതമെടുക്കുകയല്ല. നമുക്ക് വേണ്ടിയാണ് നാം വ്രതങ്ങളും ചിട്ടകളും ശീലങ്ങളും ഒക്കെ നന്നായി കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും നമ്മുടെ തലമുറകളുടെ നന്മയ്ക്കും ഒക്കെ വേണ്ടിയാണ്, ഭഗവാന് വേണ്ടിയല്ല. ഭഗവാന് വേണ്ടി നാം വ്രതമെടുത്തിട്ട് വേണോ പ്രപഞ്ചനാഥനായ ഭഗവാനെ ശക്തി കിട്ടാനും സന്തോഷം കിട്ടാനും അല്ല. ഭഗവാനെ ഒന്നിലും സന്തോഷിക്കുന്ന ആളല്ലേ. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പൊ നിർമ്മമരായി ഒന്നിലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ എല്ലാവരിൽ നിന്നും അകലം മനസ്സുകൊണ്ട് പാലിക്കുന്ന ഒരു വ്യക്തിയെ എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഞാൻ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ മുൻപ് പറഞ്ഞിരുന്നു, അതെല്ലാവരും ഓർക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഭാരതത്തിൽ വന്നൊരു ഋഷിയോട് പറയുകയാണ്, എൻ്റെ രാജ്യത്തെ എന്ത് വിലപിടിപ്പുള്ള സാധനവും ഞാൻ അങ്ങയ്ക്ക് തരാം, അങ്ങ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ രാജ്യത്തുള്ളവരെയും ഈ യോഗവിദ്യയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. ഭഗവാനെ അനുഭവിക്കുന്ന ഇത്രയും ശാന്തമായി ഗംഭീരമായി ഇരുന്ന് എല്ലാ കാര്യങ്ങളും നല്ല സമചിത്തതയോടുകൂടി ചെയ്യുന്ന ഈ അവസ്ഥ അങ്ങ് ഞങ്ങളുടെ രാജ്യത്തൂടെ വന്ന്, എവിടെയാണ്, മാസിഡോണിയയിലാണ് അദ്ദേഹത്തിന്റെ രാജ്യം, അവിടെ വന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വേണേലും തരാമെന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കെഞ്ചി പറഞ്ഞപ്പോൾ ആ മഹർഷി നിസ്സംഗനായി ഇരുന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞ്, അങ്ങ് എനിക്ക് തരാമെന്ന് പറഞ്ഞ രാജ്യമോ അല്ലെങ്കിൽ അങ്ങയുടെ രാജ്യത്ത് വിലപിടിപ്പുള്ള എന്ത് സ്ഥാനമാനങ്ങളോ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള എന്തെന്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ തന്നാലുമോ അതൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നതല്ല. എനിക്ക് സന്തോഷം തരാൻ പറ്റുന്ന ഒന്നും അങ്ങയുടെ കയ്യിലില്ല. പിന്നെ ഞാൻ എങ്ങനെയാ പ്രലോഭിതനായി അങ്ങ് പറയുന്ന ഈ ഓരോ പ്രലോഭനം കേട്ട് മുന്നോട്ട് വരുന്നത്? അതുകൊണ്ട് അങ്ങയുടെ ഒപ്പമൊന്നും വരാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ആ അലക്സാണ്ടർ, ലോകം മുഴുവൻ തന്റെ ശക്തി കൊണ്ട് കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി അവിടെ ആ മഹർഷിയുടെ വാക്കുകൾക്ക് മുമ്പിൽ വളരെ ദുരഭിമാനം, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഞാൻ എന്ന ബോധം ഇരുന്ന ആ ഒരു ബോധം അവിടെ അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഭൂമിയിൽ എടുക്കാവുന്ന പരമാവധിയിൽ കൂടുതൽ ഞാൻ നേടിയെടുത്തിട്ടും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല, എനിക്ക് മതി വരുന്നില്ല, പിന്നെയും വേണം എന്നുള്ള ആ മതിയില്ലാത്ത ഒരു ആഗ്രഹം കൊണ്ടാണ് അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിങ്ങനെ യുദ്ധങ്ങൾ ചെയ്തും പടയോട്ടങ്ങൾ നടത്തിയും ഇങ്ങനെ എൻ്റെ ജീവിതമെല്ലാം കളയുന്നത്. പക്ഷെ ഇതൊന്നുമില്ലാതെ ശാന്തനായി ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഒരു നാമമാത്രമായ വസ്ത്രധാരിയായിരിക്കുന്ന ഈ മനുഷ്യൻ എല്ലാ സന്തോഷവും അനുഭവിക്കുന്നു. എവിടെയും ശരീരം കൊണ്ട് അലയേണ്ട കാര്യമില്ല, എവിടെയും പോയി ഒരു സ്ഥാനവും മാനവും മേടിക്കേണ്ട കാര്യമില്ല. ഭഗവാനുമായിട്ട് ഇങ്ങനെ ലയിച്ച് രമിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേറെ എവിടെയും സന്തോഷം കിട്ടാൻ സാധ്യതയില്ല. അവനവന്റെ ഹൃദയത്തിൽ നിന്ന് ഭഗവാനാകുന്ന സന്തോഷം അനുഭവിക്കുന്ന വിദ്യയാണ് നമ്മുടെ ഭാരതത്തിലെ യോഗീശ്വരന്മാരായ മഹർഷിമാർ സ്വയം ആർജിച്ചെടുത്തത് നിർവികൽപ്പ സമാധിയിലൂടെ.
നമ്മളും ആ ആർഷഭാരത സംസ്കാരത്തിന്റെ പിൻതലമുറക്കാരാണ്. നമ്മുടെ രക്തത്തിലും ആ സംസ്കൃതിയാണ് അലിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മാവിന്റെ ഭാവവും സ്വയം അറിയലാണ്. അതറിയാതെ മറ്റുള്ളതറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആത്മചൈതന്യം നഷ്ടപ്പെട്ട് മഹാഭാരതത്തിന്റെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം പോയതിനു ശേഷം അർജുനൻ നിരാലംബനായി, നിരാശ്രയനായി, നിസ്തേജസ് ആയി, യാതൊരു ഗുണവും ഇല്ലാതെ വെറും സാധാരണക്കാരെക്കാളും താഴ്ന്ന വിഭാഗത്തിലുള്ള ഒരു മനുഷ്യനായി മാറുകയാണ് ചെയ്തത്. ശ്രീമദ് ഭാഗവതം 15-ാമത്തെ ഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഭാഗമായിരുന്നു അത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ വ്യക്തിയുടെയും അവസ്ഥ. ഭഗവാൻ എന്ന് പറയുന്ന ആത്മചൈതന്യം നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ശരീരം പോലും നമ്മുടേതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആ ശരീരം എന്റെയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ എപ്പോഴാണ്? നമ്മിൽ ബോധമിരിക്കുമ്പോഴേ പറ്റൂ. ബോധമില്ലാത്ത വ്യക്തി ഞാൻ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, ആരായിരുന്നു എന്നെ എടുത്തുകൊണ്ട് പോയതെന്ന് വല്ല അറിവുമുണ്ടോ നമുക്ക്? അപ്പോൾ ബോധസ്വരൂപനായ ഭഗവാന് വേണ്ടിയിട്ട് ആ ബോധം ഉണരുവാൻ വേണ്ടി, അത് ഉയരുവാൻ വേണ്ടി, അതിന്റെ നില മേലോട്ട് പോകുവാൻ വേണ്ടി വേണം നാം പ്രയത്നിക്കേണ്ടത്. നമുക്കെല്ലാവരിലും ഭഗവാൻ ബോധം, ആത്മസ്വരൂപം തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനുവേണ്ടി, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ശരീരത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയുമാണ് നമ്മൾ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത്, അലക്സാണ്ടറിനെ പോലെ. ആത്മശക്തി വർദ്ധിച്ച് നാം ഇരിക്കുന്ന ആ ബോധത്തിൽ നിന്ന്, ഇപ്പോഴേത് ബോധത്തിലാണോ നിൽക്കുന്നത് അതിൽ നിന്നും മേലേക്ക് ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ബോധത്തിൽ നാം വരുന്നത്. ഇപ്പോൾ നമ്മൾ അജ്ഞതയിലാണ് നാം എല്ലാം ജീവിക്കുന്നത്, ബോധമില്ലായ്മയിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ബോധത്തിൽ ജീവിക്കുന്നവരെ കാണുമ്പോൾ നാം പറയും അവർക്ക് ബോധമില്ല, അവർക്ക് എന്തെങ്കിലും മെന്റൽ അസുഖങ്ങളാണെന്ന്. പക്ഷെ അവരാണ് യഥാർത്ഥ ബോധസ്വരൂപികൾ. നമ്മൾ ആ ബോധത്തിനൊക്കെ ഏറ്റവും, ഭഗവാൻ ഏത് ബോധത്തിലാണോ ജനിപ്പിച്ചു വിട്ട അത്രയേ ഉള്ളൂ. നമ്മൾ ആരും ഉയർന്നിട്ടില്ല. ഉയരണമെങ്കിൽ ഭഗവാനോളം, ഭഗവാന്റെ അറിവിലോളം, ഭഗവാന്റെ ശക്തിയോളം നമ്മൾ ആർജിച്ചാർജിച്ച് ഭഗവാനെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കണം. അപ്പോഴേ നമ്മുടെ ബോധം ഉയരുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പുണ്യദിനങ്ങളൊക്കെ നാം പ്രയോജനപ്പെടുത്തേണ്ടത്. അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സന്തതികൾക്ക്, തലമുറകൾക്ക്, നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ഉണ്ടാകും. ഞാൻ പറയില്ലേ, മുൻപൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ലളിതാ സഹസ്രനാമം നമ്മൾ ഉച്ചത്തിൽ നമ്മുടെ പൂജാമുറിയിലോ വീടിലോ എവിടെയെങ്കിലും ഇരുന്ന് നാം ഉച്ചരിക്കുമ്പോൾ അവിടെയുള്ള ആ പ്രകൃതിക്ക് പോലും മാറ്റമാണ്. അവിടെയുള്ള വൃക്ഷലതാദികളൊക്കെ സന്തോഷിക്കും. ഒരിക്കലും കായ്ക്കില്ല, പൂക്കില്ല എന്നൊക്കെ കരുതിയിരുന്ന വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ തളിരിടും, പൂക്കളണിയും. അതിൽ ഫലങ്ങൾ, വളരെ ശ്രേഷ്ഠമായ മാധുര്യമായ ഫലങ്ങൾ ഉണ്ടാകും. അത് നമ്മളുടെ ആ വാക്കിന്റെ ശക്തിയാണ്, മന്ത്രത്തിന്റെ ആ ധ്വനിയുടെ ശക്തിയാണ്. അതെവിടെ ഇരുന്നാണോ ജപിക്കുന്നത് അവിടം ആ ഒരു പൂർണ്ണമായ ആ ഒരു ശക്തിയുടെ ഉറവിടമായി മാറുകയാണ്. അതിന് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആ ശക്തി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പുണ്യദിനങ്ങളൊക്കെ ആചരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ദിവസം നന്നായി ആചരിക്കുക. വരുന്ന ദിവസങ്ങൾ ഭക്തി നിർഭരമായി ഭഗവാന്റെ നാമത്തിൽ എല്ലാ മനസ്സുകളിലും ഭഗവൽ മന്ത്രങ്ങൾ മുഴങ്ങട്ടെ. വീടുകൾ തോറും ഭഗവാനെ ആ ജന്മദിവസം ആഘോഷിക്കപ്പെടട്ടെ. ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആവഹിക്കുവാൻ അവരുടെ മനസ്സ് വിശാലമാകട്ടെ, അജ്ഞത മാറട്ടെ. ജ്ഞാനത്തിന്റെ വിശാലമായ ദീപ്തിയിൽ എല്ലാവരുടെയും ഹൃദയം വിളങ്ങട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.